നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹത്തെ വീഴ്ത്തിയ ഒരു സൈനികനെ അല്ലെങ്കിൽ ആ സൈനിക മേധാവിയെ ഇപ്പോൾ ഇന്ത്യ തീർത്തു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇന്ത്യ ആണോ തീർത്തത്? ഇത് പാകിസ്ഥാൻ പറയുന്നതാണ്. പാകിസ്ഥാൻ്റെ ISI ചാരസംഘടനയാണല്ലോ. ചാരസംഘടനയുടെ ഒരു പബ്ലിക് റിലേഷൻ വിങ് ഉണ്ട്, ഇൻ്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് എന്നാണ് പറയുന്നത്, ISPR. അവരുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. വാർത്താക്കുറിപ്പിൽ അവർ പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ച വസീറിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ച 11 കൗറിജ് ആക്രമകാരികളെ ഞങ്ങൾ കൊന്നു. എങ്ങനെയാണ്? ഇന്ത്യൻ സ്പോൺസേഡ് കൗറിജ് ആക്രമകാരികളെ കൊന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ സ്പോൺസർ ചെയ്ത് അയച്ചവരെ ഞങ്ങൾ കൊന്നു. അവരെന്ത് ചെയ്തു? അവർ ചെയ്ത ചെറിയ കാര്യമാണ്. അവർ 2 സ്ഥലങ്ങളിൽ ഖുറാം സറാറോഗ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിലായിട്ട് ഖുറാമിൽ 8 പാകിസ്ഥാൻ പട്ടാളക്കാരെയും സറാറോഗയിൽ 6 പാകിസ്ഥാൻ പട്ടാളക്കാരെയും വെടിവെച്ച് കൊന്ന് അവരുടെ വാഹനങ്ങൾ, അവരുടെ ആയുധം, ഒരു ആർമി ദളമായിരുന്നു, ചെറിയ ഒരു ആർമിയുടെ ഒരു വിങ്, എന്താ പറയുക സാങ്കേതികമായിട്ട് എനിക്കറിയില്ല. ആ ആർമിയുടെ വിങ്ങിനെ ഇവർ ആക്രമിച്ചു, അവരെ കൊന്നു, അവരുടെ ആയുധങ്ങളും ട്രക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം തിരിച്ചടിച്ചപ്പോൾ 11 പേര് അവരിൽ കൊന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കവറിജ്, ഇന്ത്യൻ സ്പോൺസേഡ് കവറിജ് ടെററിസ്റ്റുകളെ കൊന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയെ വലിച്ചിഴക്കുകയാണ്, ഇന്ത്യയാണ് കൊന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ കൊന്നതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, പാകിസ്ഥാനിൽ കുറേ കാലമായിട്ട് ഈ ഭീകരവാദികൾക്കും ഇന്ത്യ വിരുദ്ധർക്കും ഇരിക്കപ്പെടുത്തിയില്ല. അജ്ഞാതൻ വരുന്നു, വെടിവെക്കുന്നു, തട്ടുന്നു. ബലൂചിസ്ഥാനിലെ ആളുകൾ വരുന്നു, വെടിവെക്കുന്നു, കൊല്ലുന്നു. ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ TTP തഹ്രീക്ക് ഈ താലിബാൻ വരുന്നു, പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുന്നു, അവർ സ്ഥലം വിടുന്നു. ഒരൊറ്റ അജ്ഞാതനെ, ഒറ്റ TTPക്കാരനെ പിടിച്ചതായി വിവരമില്ല. TTPയുടെ ഇപ്പോൾ 11 പേരെ കൊന്നു, ഈ ഇന്ത്യൻ സ്പോൺസേഡ് ഭീകരന്മാരെ കൊന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. ഏതായാലും ഇത് അജ്ഞാതൻ്റെ ഒരു കളിയാണെന്ന് പറയാം. പാകിസ്ഥാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. സിനു പറഞ്ഞതുപോലെ ഇന്ത്യ നമ്മുടെ ഈ ബലാക്കോട്ട് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു മിഗ് വിമാനവുമായിട്ട് ചെന്ന് പാകിസ്ഥാൻ്റെ F-16 അടിച്ചിട്ടു. അത് പറപ്പിച്ചത് നമ്മുടെ അഭിനന്ദ് വർദ്ധമാനായിരുന്നു. പക്ഷേ അഭിനന്ദ് വർദ്ധമാൻ്റെ വിമാനത്തിന് വെടിയേറ്റപ്പോൾ വർദ്ധമാൻ എന്ത് ചെയ്തു? ഇജക്റ്റ് ചെയ്ത് വീണത് ശത്രുവിൻ്റെ മണ്ണിലാണ്. ശത്രുവിൻ്റെ മണ്ണിൽ വീണപ്പോൾ പാകിസ്ഥാൻ സൈന്യം വന്ന് അഭിനന്ദ് വർദ്ധമാനെ പിടികൂടി 3 ദിവസം പാകിസ്ഥാൻ്റെ തടവിലായിരുന്നു. അങ്ങനെ അന്ന് അഭിനന്ദ് വർദ്ധമാനെ പിടിച്ചത് മോയിസ് അബ്ബാസ് എന്ന് പറയുന്ന 37 വയസ്സുള്ള SSG, പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്മുടെ പാരാമിലിറ്ററി NSG എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ SSGയുടെ കമാൻഡോ ആയിരുന്നു. ഈ കമാൻഡോയും സംഘവുമാണ് പിടികൂടിയത്. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ടേ, ഈ മോയിസ് അബ്ബാസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ അതിനുശേഷം ഇയാളെ ഈ അഭിനന്ദ് വർദ്ധമാനെ പിടിച്ചതിൻ്റെ പേരിൽ ആദരസൂചകമായി അയാൾക്ക് മേജർ റാങ്കിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശത്രുവാണ്, നമ്മുടെ ഒരു ധീരഭടനെ പിടികൂടിയ ആളാണ് ഈ മോയിസ് അബ്ബാസ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഭാരതീയ സൈന്യത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഈ മോയിസ് അബ്ബാസിനെ മനസ്സുകൊണ്ടെങ്കിലും സല്യൂട്ട് ചെയ്യണം. നമ്മൾ ഓർക്കുന്നില്ലേ കാർഗിൽ യുദ്ധം, നമ്മുടെ കാലിയ എന്ന് പറയുന്ന നമ്മുടെ മേജർ ഉൾപ്പെടെയുള്ള ആളുകളുടെ എത്ര നീചമായിട്ടാണ് പാകിസ്ഥാൻ പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ ജഡം തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരുന്നു, നാവ് മുറിച്ചിരുന്നു, ജനനേന്ദ്രിയം മുറിച്ചിരുന്നു, ദേഹത്ത് നിന്ന് 7 കിലോ ആണിയാണ് കണ്ടെടുത്തത്. വെച്ചാൽ ആണിയൊക്കെ ശരീരത്തിൽ അടിച്ചാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ പിടിയിൽപ്പെട്ടുപോയ നമ്മുടെ മേജർ കാലിയെ പാകിസ്ഥാൻ പട്ടാളം കാർഗിൽ മലനിരകളിൽ വെച്ച് കൊന്നത്. നമ്മൾ തിരിച്ചടിച്ചു, പാകിസ്ഥാൻ തോറ്റു, പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജഡം മുഴുവൻ മഞ്ഞിൻ്റെ മുകളിൽ വീട് കിടക്കുമായിരുന്നു. നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞു നിങ്ങളുടെ പട്ടാളക്കാരുടെ ജഡം കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ ഭടന്മാരല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെന്ത് ചെയ്തു? എല്ലാ സൈനിക ബഹുമതികളും കൊടുത്ത് ആദരപൂർവ്വം അവരുടെ ജഡങ്ങൾ സംസ്കരിച്ച പാരമ്പര്യമുണ്ട് ഇന്ത്യൻ പട്ടാളത്തിൽ. നമ്മളൊരൊറ്റ പാകിസ്ഥാനിയുടെ മൃതദേഹത്തെ വികൃതമാക്കിയില്ല. ചിലപ്പോൾ നമ്മൾ തിരിച്ച് മേജർ കാലിയയുടെ കണ്ണു ചൂടുത്തതിൻ്റെ കൈ നമ്മുടെ പട്ടാളക്കാർ വെട്ടി മാറ്റിയിട്ടുണ്ട്. പക്ഷേ മരിച്ചതിന് ശേഷമല്ല, ഏറ്റുമുട്ടലില്ല, കൈയും എടുത്തു, പിന്നെ തലയും നമ്മളെടുത്തു. അത് നമ്മൾ തിരിച്ചടിച്ചു. നമ്മുടെ ചുണക്കുട്ടന്മാരായ പട്ടാളക്കാർ അവരുടെ പാകിസ്ഥാൻ ക്യാമ്പിൽ കയറിയിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ വേണമെങ്കിൽ പാകിസ്ഥാനികളാണ് ഈ കാർഗിലിൽ കാണിച്ച അതേ പാരമ്പര്യം അഭിനന്ദ് വർദ്ധമാനോട് അവർക്ക് വേണേൽ ചെയ്യാമായിരുന്നു. കാരണം അഭിനന്ദ് വർദ്ധമാൻ ഈ മിഗ് വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പാകിസ്ഥാനിൽ വീണു. SSG കമാൻഡോ ഈ പറയുന്ന മോയിസ് അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ പിടികൂടിയപ്പോൾ കുറേ തദ്ദേശവാസികളും
പാകിസ്ഥാൻ പട്ടാളത്തിലുള്ള കുറേ പേരും അഭിനന്ദ് വർദ്ധമാനെ വന്ന് കായികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെ തടഞ്ഞത് ഈ മോയിസ് അബ്ബാസാണ് എന്ന് ഒരു വാർത്തയുണ്ട്, സ്ഥിരീകരിക്കപ്പെടാത്തതാണ്. ഏതായാലും മറ്റൊരു കാര്യമുണ്ട്, നമുക്കറിയില്ല. നമ്മൾ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരനെ വെള്ളപൂശാനൊന്നും പോവല്ല. ഒരു സൈന്യം എന്ന നിലയിൽ നമ്മുടെ സൈന്യം നിർത്തുന്ന ഉന്നതമായ ഒരു പാരമ്പര്യമുണ്ട്. ഏതായാലും ഇയാൾക്ക് വേണമെങ്കിൽ അഭിനന്ദ് വർദ്ധമാനെ വെടിവെച്ചുവല്ല, അതയാൾ ചെയ്തില്ല. അയാൾ പിടിച്ചുകൊണ്ട് പോയി സുരക്ഷിതമായി തടവിൽ വെച്ചു. പിന്നെ ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. പക്ഷേ മോദി പറഞ്ഞു ഒരു നോ നെഗോസിയേഷൻ. ബ്രഹ്മോസ് നമ്മൾ ലാഹോറിലേക്കും ഇസ്ലാമാബാദിലേക്കും തിരിച്ചു വെച്ചു. 24 മണിക്കൂറിനകം തിരിച്ചു വിട്ടില്ലെങ്കിൽ കറാച്ചിയും ലാഹോറും ഇസ്ലാമാബാദും കത്തിക്കുമെന്നാണ് നരേന്ദ്രമോദി. ഒരു ചർച്ചയും ഉണ്ടായില്ല. ഒരു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിലുള്ള ഒരു ആവശ്യപ്പെടലും ഒരു ബന്ധപ്പെടലും ഉണ്ടായില്ല. ക്ലീൻ മെസ്സേജ് കൊടുത്തു, ബ്രഹ്മോസ് അടിക്കും, ബ്രഹ്മോസ് കൊണ്ട് അടിക്കും, കറാച്ചി അടിക്കും, ലാഹോർ അടിക്കും, ഇസ്ലാമാബാദ് അടിക്കും, അഭിനന്ദ് വർദ്ധമാനെ തിരിച്ചു വിട്ടില്ലെങ്കിൽ എന്നുള്ള മെസ്സേജ് നമ്മൾ പാകിസ്ഥാന് കൈമാറി. പാകിസ്ഥാൻ ഉടനെ ചെയ്തത് ഒരു വീഡിയോ റിലീസ് ചെയ്തു. അഭിനന്ദ് വർദ്ധമാൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു വീഡിയോ റിലീസ് ചെയ്തു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒന്ന് ഭയക്കും. അങ്ങനെയാണ് വർദ്ധമാനെ വിട്ടുപിടിച്ചത്. ഏതായാലും വേറെ കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ശത്രുവാണ് അഭിനന്ദ് വർദ്ധമാനെ പിടികൂടിയ. ഇനി വേറെ കാര്യമുണ്ട്, പിടികൂടി കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് ശാരീരികമായ ചില ഉപദ്രവങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ സമയത്തുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ അഭിനന്ദ് വർദ്ധമാനെ പിടിച്ച സമയത്തും വീണ സമയത്തും ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഇത് പാകിസ്ഥാൻ്റെ 6 CDO ബറ്റാലിയൻ ചക്വാൽ ബറ്റാലിയനിലെ മേജറായിരുന്ന മോയിസ് അബ്ബാസ്, 37 വയസ്സേ ഉള്ളൂ. അയാളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. അയാളെ വസീറിസ്ഥാൻ പോരാളികൾ ഇന്നലെ വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് ISIക്ക് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വലിയൊരു ഹീറോ ആയിട്ടാണ് ഈ അബ്ബാസിനെ കൊണ്ടാടിയിരുന്നത്. ഇന്ത്യൻ വൈമാനികനെ പിടികൂടിയ ഹീറോ, പാകിസ്ഥാനിലെ ഹീറോ ആയിട്ടാണ് ഇയാളെ മാധ്യമങ്ങളുമൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ശവസംസ്കാര ചടങ്ങിൽ അവരുടെ ഫീൽഡ് മാർഷലല്ലോ, തോറ്റ ആൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഫീൽഡ് മാർഷലാണല്ലോ. അപ്പോൾ ഫീൽഡ് മാർഷൽ മുനീർ പങ്കെടുത്തിരുന്നു. മുനീർ പോയി ഒരു മേജറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ പാകിസ്ഥാൻ എത്ര വലിയ ഹീറോ ആയിരുന്നു എന്ന് ആലോചിക്കണം. ഇപ്പം നമ്മൾ നേരത്തെ ഇയാളെ കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ, ഇയാളെ നമ്മൾ മനസ്സുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നുള്ള പാകിസ്ഥാനിലുള്ള കൂറാണെന്നും പറയരുത്. കാരണം ഇന്ത്യയുടെ പാരമ്പര്യം അങ്ങനെയാണ്. ഒരു ശത്രുവാണെങ്കിൽ പോലും ശത്രു ധീരത കാണിച്ചാൽ, ശത്രു നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് നമ്മൾ പറയും. അന്ധമായ ഇസ്ലാം വിരോധമോ അന്യമത വിരോധമോ പാകിസ്ഥാൻ വിരോധം അല്ല പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർത്തമാനം പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചില പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പാകിസ്ഥാൻ മേജറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ. ഏതായാലും നമ്മുടെ ശത്രുവാണ്. പാകിസ്ഥാൻ നമ്മുടെ ഒരു ഭടനെ പിടികൂടി എന്നതിൻ്റെ പേരിൽ ആഘോഷിക്കപ്പെട്ട നമ്മുടെ ശത്രുവാണ്. ആ ശത്രുവിനെ ഇന്നലെ തീർത്തു എന്ന് പറയുമ്പോൾ അത് അതിദാരുണമായി കൊന്നതാണ്. അത് കൊന്നത് ഇപ്പോൾ ഇന്ത്യ പറയുന്നത് നമുക്കൊന്നൊരു പങ്കുമില്ല. അവിടെ തഹ്രിക് താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ പിന്തുണയുള്ള അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൻ്റെ പാകിസ്ഥാൻ വിഭാഗമാണ്. കാരണം ഇവിടെ ഖൈബർ പഖ്തൂൺഖ, വസീറിസ്ഥാൻ എന്നൊക്കെ പറയുന്ന മേഖല അഫ്ഗാനിസ്ഥാൻ പറയുന്ന ഞങ്ങളുടെ സ്ഥലമാണ്. ഞങ്ങളുടെ ഗോത്രങ്ങൾ അഫ്ഗാൻ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവരെ പാകിസ്ഥാൻ അടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വസീറിസ്ഥാൻ വേണം എന്ന് പറയുന്ന പോരാളികളാണ്. ആ പോരാളികൾ അവരാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കൊന്നുമില്ല ഇന്ത്യ പറയുന്നുണ്ട്. കാരണം എന്തു പറഞ്ഞാലും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ പേരെടുത്തിടുക. ഇപ്പോൾ നമുക്കറിയാം ബലൂചിസ്ഥാനിലെ പോരാട്ടം എത്രയോ തവണ ഇവർ പറയുന്നു ഇന്ത്യയാണ് ഈ BLAക്ക് ആയുധം കൊടുക്കുന്നത്. ഈ TTPയുടെ കാര്യത്തിൽ ഇത് തന്നെ പറയുന്നു. ഈ പാകിസ്ഥാൻ വളരെ ഇതിനു മുമ്പ് ഈ ബലൂച്ചിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് വളരെ അവിശുദ്ധമായ ബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് കാബൂൾ ഇന്ത്യൻ എംബസിയിൽ ആയുധങ്ങൾ എത്തിക്കും. ആ ആയുധങ്ങളാണ് തെഹ്രീക്ക് താലിബാനും BLAക്കും കൊടുക്കുന്നത്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ പാകിസ്ഥാൻ പട്ടാളത്തെ നേരിടുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തിന് ആധുനികമായ ആയുധങ്ങളുണ്ട്, അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ പട്ടാളത്തിനുണ്ട്. അപ്പോൾ അവരെ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു ക്യാമ്പ് ആക്രമിച്ച് ഈ വസീറിസ്ഥാനിലെ ഈ പോരാളികൾക്ക് 10-16 പേരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു ആർമിയോട് പിടിച്ചു നിൽക്കാൻ, നേരിട്ട് കോമ്പാറ്റ് ചെയ്യാൻ, ഏറ്റുമുട്ടാനായിട്ട് ഉള്ള ശക്തി നേരിട്ട് വന്നവർ യുദ്ധം ചെയ്ത് 10-16 പാകിസ്ഥാൻ പട്ടാളക്കാർ. അതാരെയും വെറും പട്ടാളക്കാരെയല്ല, SSG കമാൻഡോകളെ, ഒരു സ്പെഷ്യൽ പരിശീലനം കിട്ടിയ നമ്മുടെ NSG പോലുള്ള കമാൻഡോകളുടെ ക്യാമ്പാണ് ആക്രമിച്ചത്. എന്നിട്ട് അവരിൽ 14 പേരെ കൊന്നു, നിരവധി പേർക്ക് പരിക്കുണ്ട്. അവരുടെ കൂട്ടത്തിലും 11 പേര് കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഏതായാലും അങ്ങനെയുള്ള അവരോട് ഏറ്റുമുട്ടാനുള്ള ആയുധ സന്നാഹങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാൻ വഴി കിട്ടുന്നുണ്ട്.
അത് കൊടുക്കുന്ന ഇന്ത്യയാണെന്നുള്ള ആക്ഷേപം വീണ്ടും പാകിസ്ഥാൻ ആരോപിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ പറയുന്നുണ്ടല്ലോ, ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം നടത്തുന്നത് പാകിസ്ഥാനാണ്. അതെ. അപ്പോൾ തിരിച്ച് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു സന്ദർഭമാക്കി ഇതിനെ മാറ്റിയെടുക്കാനാണ് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്ത്യൻ സ്പോൺസേഡ് ടെററിസ്റ്റുകൾ പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ സർവീസ് വിങ് എന്ന് പറഞ്ഞ കമാൻഡോ സേനയെ ആക്രമിച്ചു, 1 ഡസനിലേറെ ആളുകളെ കൊന്നു, അത്രയും തന്നെ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ. മരണസംഖ്യ കൂടും, കാരണം പരിക്കേറ്റിരിക്കുന്നവർക്കൊക്കെ തലയ്ക്കും നെഞ്ചത്തുമൊക്കെയാണ് വെടിയേറ്റിരിക്കുന്നത്. അപ്പോൾ ഈ 14 എന്നുള്ളത് 25-ഓ 30-ഓ ആയിട്ട് മാറി ഉയർന്നേക്കാം. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. അവരുടെ ഒരു പ്രത്യേക കമാൻഡോ സേനയും അതിൻ്റെ മേജറും കൊല്ലപ്പെട്ടു. ആ മേജർ എന്ന് പറയുന്നത് നമ്മുടെ അഭിനന്ദ് വർദ്ധമാനെ പിടിച്ച ആളാണ്. അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ മോയിസ് അബ്ബാസ് എന്ന് പറയുന്ന ഈ മേജറുടെ നിര്യാണത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്, പ്രസിഡന്റ് ആസിഫ് സർദാരി ഇവർ രണ്ടുപേരും പേഴ്സണലി അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന് വലിയ നാണക്കേട്, ISIക്ക് വലിയ നാണക്കേട്, സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതും പാകിസ്ഥാൻ്റെ പതിവ് പല്ലവി പോലെ അജ്ഞാതൻ്റെ തലയ്ക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ BLA എന്ന് പറയുന്നുണ്ട്, തെഹ്രീക്ക് താലിബാൻ എന്നൊക്കെ പറയുന്നുണ്ട്, അജ്ഞാതൻ എന്നൊക്കെ പറയുന്നു. അജ്ഞാത, നിൻ്റെ പേരുകൾ, നിനക്ക് എത്ര പേരുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഏതായാലും അജ്ഞാതൻ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ സജീവമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.